അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒന്ന് കണ്ണുകൾ അടച്ചു പിടിച്ചു നോക്കൂ. ഒരു നിമിഷം ചിന്തിക്കുക. ഈ ലോകത്തേക്ക് വരാൻ നാം ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ മുഖം, നമ്മുടെ നിറം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്, നമ്മുടെ ഭാഷ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു? ഇല്ല. എന്നിട്ടും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമുക്കായി തിരഞ്ഞെടുത്ത ഒരാളുണ്ട്. അവനാണ് അല്ലാഹു. സൂര്യൻ ഉദിക്കുന്നു, പക്ഷികൾ പാടുന്നു, കാറ്റ് വീശുന്നു, മഴ പെയ്യുന്നു. ഇവയെല്ലാം ആരുടെ കൽപ്പന പ്രകാരമാണ്? ഓരോ ദിവസവും നമ്മുടെ ഹൃദയം ലക്ഷക്കണക്കിന് തവണ മിടിക്കുന്നു. അത് നാം നിയന്ത്രിക്കുന്നില്ല. ശ്വാസം ഉള്ളിലേക്ക് കടക്കുന്നു, പുറത്തേക്ക് പുറപ്പെടുന്നു. ഒരു നിമിഷം അത് നിലച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ ഉണ്ടായാലും ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രം. നമ്മൾ ജനിച്ച ദിവസം നമ്മൾ ഒന്നും അറിയാത്ത ശിശുക്കളായിരുന്നു. നടക്കാൻ പഠിപ്പിച്ചത്, സംസാരിക്കാൻ പഠിപ്പിച്ചത്, സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ആരായിരുന്നു? ഓരോ ഘട്ടത്തിലും അല്ലാഹു നമുക്ക് ആളുകളെ അയച്ചു. മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ എല്ലാം അവൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. കണ്ണുകൾ, ഒരു അന്ധനോട് ചോദിക്കൂ കാഴ്ചയുടെ വില എന്താണെന്ന്. കാലുകൾ, നടക്കാൻ കഴിയാത്ത ഒരാളോട് ചോദിക്കൂ. ആരോഗ്യം, ആശുപത്രിയിലെ ഒരു രോഗിയോട് ചോദിക്കൂ. വെള്ളം, ദാഹിച്ചു വലയുന്ന ഒരാളോട് ചോദിക്കൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സൗജന്യമായി കിട്ടിയവയാണ്. അതിന് നാം ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നാം എത്ര തെറ്റുകൾ ചെയ്തു, എത്ര പാപങ്ങൾ ചെയ്തു, എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി, എത്ര തവണ ഖുർആൻ തുറക്കാതെ ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും അല്ലാഹു നമ്മുടെ ശ്വാസം എടുത്തില്ല. അവൻ ഭക്ഷണം നിർത്തിയില്ല. അവൻ അനുഗ്രഹങ്ങൾ പിൻവലിച്ചില്ല. കാരണം അവൻ നമ്മെ വെറുക്കുന്നില്ല. നാം അവനിലേക്ക് മടങ്ങി വരണമെന്ന് അവൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമാത്രം സ്നേഹിക്കും, അതിനേക്കാൾ എത്രയോ മടങ്ങ് അല്ലാഹു തൻ്റെ അടിമകളെ സ്നേഹിക്കുന്നു. നാം അവനെ മറന്നാലും അവൻ നമ്മെ മറക്കാറില്ല. നാം അവനിൽ നിന്ന് അകന്നാലും അവൻ നമ്മെ തൻ്റെ കാരുണ്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ അദാനും, ഓരോ റമളാനും, ഓരോ ജുമുഅയും, ഓരോ പരീക്ഷണവും അല്ലാഹുവിൻ്റെ ഒരു വിളിയാണ്. എൻ്റെ അടിമേ, എന്നിലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ വിട്ട് നാം ഒറ്റയ്ക്ക് ഒരു ഖബറിലേക്ക് ഇറങ്ങും. അവിടെ നമ്മോടൊപ്പം വരിക നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, നമ്മുടെ പ്രശസ്തിയല്ല, അല്ലാഹുമായുള്ള ബന്ധം മാത്രമായിരിക്കും. ഇന്ന് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. റബ്ബേ, ഞാൻ എന്നിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ നിസ്കാരത്തിൽ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഖുർആനിനോട് ഞാൻ കൂട്ടുകൂടും. എൻ്റെ പാപങ്ങൾക്ക് ഞാൻ പശ്ചാത്തപിക്കും. കാരണം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ്. യാ അല്ലാഹ്, റബ്ബേ, നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. നിൻ്റെ അനുസരണയിൽ ജീവിക്കാനും നിൻ്റെ തൃപ്തിയോടെ മരിക്കാനും നിൻ്റെ ദർശനം സ്വർഗത്തിൽ ലഭിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ.